പ്രൈസ് ദി ലോർഡ്. ക്രിസ്ത്യൻ ലൈവിലെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്ത്യൻ ലൈവിൻ്റെ ചെയർമാൻ ബ്രദർ അജി പ്രത്യേക വന്ദനം ഈ സമയത്ത് ഞാൻ അറിയിക്കുന്നു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിന് വേണ്ടി വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ആ വാക്യം ഞാൻ ഒന്നുകൂടെ വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം. എന്നോട് സംസാരിച്ച നാദം എന്ത് എന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിൻ്റെ തലക്കെട്ട് യോഹന്നാന് വെളിപ്പെട്ട ക്രിസ്തു. ഇന്നത്തെ തിരുവചന ധ്യാനത്തിൻ്റെ തലക്കെട്ട് യോഹന്നാന് വെളിപ്പെട്ട ക്രിസ്തു. ഒരു നിമിഷം കൂടെ നമ്മുടെ തലകളെ മടക്കി നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയേറ്റുന്നു. ഈ തിരുവചനത്തിൽ കൂടെ ഇന്ന് അടിയനോട് സംസാരിക്കണം, അടിയൻ്റെ പ്രിയപ്പെട്ടവരോട് സംസാരിക്കണം. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ ഇടയാമാറാകണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാന് വെളിപ്പെട്ട ക്രിസ്തു. കർത്താവിലെ പ്രിയപ്പെട്ടവരെ, സ്നേഹിതരെ, ഇതുവരെയുള്ള ആത്മീക അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മതിയാകുന്നില്ല എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ നാം പലപ്പോഴും വന്ന് ചേരാറുണ്ട്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ത്? കർത്താവായ യേശു ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗത്തിലേക്ക് കയറിപ്പോയി. അതിൻ്റെ ശേഷം അപ്പോസ്തലന്മാർ പല വിധത്തിലുള്ള എതിർപ്പുകളിലും ശത്രുത്വത്തിൽ കൂടെ മുന്നോട്ട് പോയി. എന്നാൽ അവരുടെ പ്രതികൂലങ്ങളിൽ പലപ്പോഴും അദൃശ്യനായ തൻ്റെ സാന്നിധ്യം യോഹന്നാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ യോഹന്നാന് വയോവൃദ്ധനായി. അപ്പോസ്തലന്മാരിൽ ചിലർ യേശു ക്രിസ്തുവിൻ്റെ സാക്ഷ്യം വഹിച്ചതിനാൽ രക്തസാക്ഷികളായി തീർന്നു. തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു, അവർ യോഹന്നാനെ പിടിച്ച് പത്മോസ് ദ്വീപിലേക്ക് AD 95 നാട് കടത്തി. എഫെസോസിൽ നിന്ന് ഏകദേശം 50 മൈൽ മാത്രം ദൂരമുള്ളതെങ്കിലും കേവലം പാറക്കെട്ടുകൾ കൊണ്ടും അഗ്നിപർവ്വതങ്ങൾ കൊണ്ടും നിറഞ്ഞ ഒരു ഏകാന്ത ദ്വീപ്. ഒരു പക്ഷേ പത്മോസിലേക്ക് പോകുമ്പോൾ അവൻ വിശ്വാസത്തിൻ്റെ ഉറപ്പോടും ജയഘോഷത്തോടുകൂടി ആയിരിക്കണം അവിടേക്ക് പോയത്. നമുക്കറിയാം, പഴയ നിയമ വിശ്വാസികൾ തങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി കഷ്ടം സഹിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് അവരെ വിടുവിച്ച ചരിത്രം അവൻ അറിഞ്ഞ് ആ ദൈവത്തിൽ തന്നെയാണ് യോഹന്നാൻ വിശ്വസിച്ചത്. എബ്രായ ബാലന്മാർക്ക് വേണ്ടി അഗ്നിച്ചൂളയിൽ ഇറങ്ങിയവനും ദാനിയേലിന് വേണ്ടി സിംഹത്തിൻ്റെ വായ അടച്ചവനുമായ ദൈവം അവന് വേണ്ടി ഇറങ്ങി വരുമെന്ന് അവന് ഉറച്ചിരുന്നു. ഇന്ന് സന്നത്തെ സന്ദേശത്തിൽ ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും അഗ്നിച്ചൂളയുടെ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത്, നിങ്ങളുടെ അഗ്നിച്ചൂളയിൽ നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു സ്വർഗമുണ്ട്, ഒരു ദൈവമുണ്ട്. അവൻ്റെ സ്വന്തം അനുഭവത്തിൽ തന്നെ 3-ാമത്തെ യാമം വരെ തണ്ട് വലിച്ച് കുഴഞ്ഞപ്പോൾ അവരുടെ പടക് താഴുന്നതിന് മുമ്പ് യേശു കടലിന്മേൽ വന്നത് അവന് ഓർമ്മയുണ്ട്. എന്നാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്നും ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ലെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ച് അവൻ കാത്തിരുന്നു. ഇന്ന് പകൽക്കാലം ഒരു സന്ദേശം പറയട്ടെ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ദൈവമക്കളെ, ദൈവം നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ലോകാവസാനത്തോളം
ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ആ വാഗ്ദത്തങ്ങളിലെ നിങ്ങളെ വിശ്വസിക്കുക. ഞാൻ വായിച്ച ആ ഭാഗത്തേക്ക് മടങ്ങി വരട്ടെ. ദിവസങ്ങൾ ആഴ്ചകളായി തീർന്നു, ആഴ്ചകൾ മാസങ്ങളായി തീർന്നു, ഏകാന്തത വർദ്ധിച്ചു, അന്ധകാരം അവനെ മൂടിത്തുടങ്ങി. ഏകാന്തതയുടെ ഒരു പാറപ്പുറത്തിരുന്നു കൊണ്ട് അടിച്ചു വരുന്ന തിരമാലകളെ നോക്കി യേശു മുമ്പ് ഇതുപോലൊരു സന്ദർഭത്തിൽ തിരമാലകളെ ചവിട്ടി താഴ്ത്തി നടന്നു വന്നത് അവനെ ഓർത്തിരിക്കാം. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ തിരമാലകളിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നെ വിടുവിക്കുവാൻ തിരമാലകളുടെ നടുവിൽ വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ ഇന്ന് പകൽക്കാലം നിന്റെ ഉൾക്കണ്ണാൽ നീ കാണുക. ഒരിക്കൽ അവൻ പ്രത്യക്ഷനായി അപ്പവും മീനും കരുതിക്കൊണ്ട് വന്ന് പ്രാതൽ കൊഴിച്ചുകൊള്ളുവീൻ എന്ന് വിളിച്ച ശബ്ദം ഇന്ന് യോഹന്നാനെ കേൾപ്പാനില്ല. തന്നെ വിശപ്പടക്കുന്നതിന് കായ്കനികൾ തേടി നടക്കുമ്പോൾ കാണുന്നത് അവനെ പോലെ അവിടെ നാട് കടത്തപ്പെട്ടവർ അവിടെ കിടന്ന് മരിച്ച് അവിടെ അസ്ഥി കഷ്ണങ്ങൾ ചിതറിക്കിടക്കുന്ന കാഴ്ചയാണ്. സഹായത്തിന് മുകളിലേക്ക് നോക്കിയാറ് അവൻ അവിടെ പട്ടിണി കിടന്ന് മരിച്ചു വീണാൽ അവന്റെ മാംസത്തിനായി കാത്തിരിക്കുന്ന കഴുകന്മാർ. എത്ര അന്ധകാരമായ ഒരു ചിത്രം. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇന്നേ പകൽക്കാലം നിന്റെ ജീവിതം അന്ധകാരമാണെന്ന് നിനക്ക് തോന്നിയാലും നിന്റെ ജീവിതത്തിന്റെ അന്ധകാരത്തിന്റെ നടുവിൽ വെളിപ്പെട്ട് നിന്നെ വിടുവിക്കുന്ന ഒരു കർത്താവായ യേശു ക്രിസ്തുവുണ്ട്. ഇന്ന് പകൽക്കാലം ആ കർത്താവായ യേശു ക്രിസ്തുവിൽ നീ ഉറയ്ക്കുക. ദൈവം കൃപ കാണിപ്പാൻ മറന്നിരിക്കുന്നു. അവൻ കോപത്തിൽ തന്റെ കരുണ അടച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് സങ്കീർത്തനം എഴുതിയ ആസാഫിനെ പോലെ ചോദ്യങ്ങൾ യോഹന്നാന്റെ ഹൃദയത്തിലെ പൊങ്ങി വന്നു. ഒരുപക്ഷെ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അനേക ചോദ്യങ്ങളെ പൊങ്ങി വരുന്നുണ്ടായിരിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടിയായി കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ആ കർത്താവിൻ്റെ മുഖത്തേക്ക് ഇന്ന് പകൽക്കാലം നോക്കുക. യേശുക്രിസ്തുവിനെ കുറിച്ച് അനേക അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവനാണ് യോഹന്നാൻ. എന്നാൽ ഈ പരിശോധനയുടെ ഘട്ടത്തിൽ പഴയ അനുഭവങ്ങളെ മതിയാകുന്നില്ല. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലെ നാം തുടർന്ന് വായിക്കുന്നത് എന്ത്? കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. അവൻ അതുവരെ കണ്ടിരുന്നത് ജീവിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റവനായ യേശു ക്രിസ്തുവിനെയാണ്. എന്നാൽ ഇപ്പോൾ അവൻ്റെ ആവശ്യമെന്ത്? തേജസ് ധരിച്ചവനായ ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ച. അത് അവന് ലഭിക്കേണ്ട ആവശ്യമായിരുന്നു. ഇന്ന് പകൽക്കാലം ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നാലും നിങ്ങൾ തേജസ് ധരിച്ചവനായ യേശു ക്രിസ്തുവിൻ്റെ കാഴ്ച നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. സ്നേഹിത, മഹത്വാനായ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് അവന് ലഭിച്ച കാഴ്ചകൾ എന്തെല്ലാമാണ്? തിരുവചനത്തിലെ നമ്മളെ വായിക്കുന്നു. ഒന്നാമതായി അവൻ സഭകളുടെ നടുവിൽ നടക്കുന്നവനാണ്. യോഹന്നാൻ അവനെ കാണുന്നില്ല എങ്കിലും അവൻ അദൃശ്യനായി ഏത് കഷ്ടത്തിന്റെ നടുവിലും തൻ്റെ മക്കളോട് കൂടെയുണ്ടെന്നുള്ള ദർശനം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഈ കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് പകൽക്കാലം നീ കാണുന്നില്ല എങ്കിലും അദൃശ്യനായി നീ കടന്നു പോകുന്ന കഷ്ടത്തിന്റെ നടുവിൽ നിന്റെ കൂടെയുള്ള കർത്താവിനെ നിന്റെ ഉൾക്കാണുകൊണ്ട് കാണുക. അവൻ സഭകളുടെ നടുവിൽ നടക്കുന്നവനാണ്. അവൻ അദൃശ്യനായി ഏത് കഷ്ടത്തിലും തങ്ങളുടെ മക്കളുടെ കൂട്ടത്തിലെ ഉണ്ട്. രണ്ടാമതായി അവന്റെ കണ്ണ് തീജ്വാലയ്ക്ക് സമമാണ് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ ഉള്ള അവസ്ഥ ഉള്ളതുപോലെ അവനെ കാണുവാൻ കഴിയും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്നെ ശ്രവിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്റെ ഉള്ള അവസ്ഥ ഒരുപക്ഷെ നിന്റെ കുടുംബാംഗം മനസ്സിലാക്കിയില്ല എന്നിരിക്കും, ഒരുപക്ഷെ നിന്റെ സ്നേഹിതർ മനസ്സിലാക്കിയില്ല എന്നിരിക്കും, ഒരുപക്ഷെ നിന്റെ ആത്മീക മിത്രങ്ങൾ മനസ്സിലാക്കിയില്ല എന്നിരിക്കും. എന്നാൽ നീ കടന്നു പോകുന്ന നിന്റെ ഉള്ള അവസ്ഥ
അതുപോലെ അറിയുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം നീ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമോ? കർത്താവിലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഷ്ടം അറിയുന്ന ദൈവം, നമ്മുടെ പ്രയാസം അറിയുന്ന ദൈവം, നമ്മുടെ പീഡ അറിയുന്ന ദൈവം, മാത്രമല്ല ഹൃദയത്തിൻ്റെ നീറ്റലുകളെ അറിയുന്ന ദൈവം, നീറ്റലുകളെ കാണുന്ന ദൈവം. ഇന്ന് പകൽക്കാലം ഏതൊക്കെ നീറ്റലുകളിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. എന്നാൽ നിങ്ങളുടെ കഷ്ടം, നിങ്ങളുടെ പ്രയാസം, നിങ്ങളുടെ പീഡ, നിങ്ങളുടെ നീറ്റലുകളൊക്കെയും സ്വർഗം കാണുന്നു, കർത്താവ് കാണുന്നു. അതിൻ്റെ ഉള്ള അവസ്ഥയിലും കനത്തിലും അവൻ കാണുന്നു. മൂന്നാമതായി, അവൻ്റെ കയ്യിൽ 7 നക്ഷത്രം വഹിച്ചിരിക്കുന്നു. അവൻ്റെ ദാസന്മാർ അവൻ്റെ ഉള്ളം കൈയിലാണ് ഇരിക്കുന്നത്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ദൈവത്തിൻ്റെ ഉള്ളം കൈയിലാണ്. എത്ര ഭദ്രമായ സ്ഥലം! അതിനേക്കാൾ ഭദ്രമായ ഒരു സ്ഥലം സ്നേഹിത നിനക്ക് ആവശ്യമില്ല. നീ ദൈവത്തിൻ്റെ ഉള്ളം കൈയിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്നെ പോറ്റുവാൻ ദൈവത്തിന് സാധിക്കും. അത് ബലമുള്ള ഭുജമാണ്, അത് താങ്ങുവാൻ കഴിയുന്ന കരമാണ്, അത് വീണാൽ നിരംപരിചയാകാതിരിക്കേണ്ടതിനെ കീഴെ പിടിച്ചിട്ടുള്ള ശാശ്വതമായ ഭുജമാണ്. ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ ശാശ്വതമുള്ള ഭുജത്തിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ നീ ചാരുക. കടലിൽ താണ പത്രോസിനെ പിടിച്ചു കയറ്റിയ കരമാണത്. എൻ്റെ കരത്തിൽ നിന്ന് ആരും നിങ്ങളെ പിടിച്ചു പറിച്ചു കളയില്ല എന്ന് യേശു പറഞ്ഞിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഏത് താണ അവസ്ഥയിലും ഏത് അന്ധകാരത്തിൻ്റെ അവസ്ഥയിലും കടന്നുപോയാലും നിങ്ങളെ പിടിച്ചു കയറ്റുന്ന കർത്താവിൻ്റെ കരം, നമ്മെ താങ്ങിക്കൊണ്ടിരിക്കുന്ന കരം, ഞാൻ തളർന്നു പോയാലും ഈ കരം തളർന്നു പോകുകയില്ല. എപ്പോഴും നിന്നെ കാക്കുവാൻ, എപ്പോഴും നിന്നെ പരിപാലിപ്പാൻ ഈ കരത്തിനെ കഴിയും. അവൻ യോഹന്നാനോട് ഒന്നാമത് പറഞ്ഞ വാക്ക് ഭയപ്പെടേണ്ട എന്നത്രേ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഏത് വിഷയത്തിൽ കൂടെ ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നത് എനിക്കറിയത്തില്ല. ശാരീരികമായ പ്രയാസമായിരിക്കും, മാനസികമായ പ്രയാസമായിരിക്കും, വൈകാരികമായ പ്രയാസമായിരിക്കും, ആത്മീകമായ പ്രയാസമായിരിക്കും, ഒരു സാമൂഹികമായ പ്രയാസമായിരിക്കും. എന്നാൽ ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പകൽക്കാലം സ്നേഹിത നിന്നുള്ളത് ഭയപ്പെടേണ്ട എന്നുള്ളതത്രേ. ഇത് അവൻ മുമ്പേ കേട്ടിട്ടുള്ള ശബ്ദമാണ്. എന്നാൽ അതിപ്പോൾ വീണ്ടും കേൾക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇന്ന് നമ്മളെ ലോകത്തിലേക്ക് ഒന്ന് ഓടിച്ചു നോക്കിയാൽ ഇന്ന് ലോകം ഭയത്തിന് അധീനതയിലാണ്. രാഷ്ട്രങ്ങൾ ഭയത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്, നേതാക്കന്മാർ ഭയത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്, അധിപതികൾ ഭയത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്, സാധാരണ ജനങ്ങൾ ഭയത്തിന്റെ കീഴിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഈ വലിയ ഭീതിയുടെയും കോളിളക്കത്തിന്റെയും നടുവിൽ നിന്നുകൊണ്ട് യേശു വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, ഭയപ്പെടേണ്ട. ഇന്ന് പകൽക്കാലം ഏത് കോളിളക്കത്തിന്റെ നടുവിലായാലും എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ ശബ്ദം നിന്നോടുള്ളത് നീ ഭയപ്പെടേണ്ട എന്നുള്ളത് അത്രേ. സ്നേഹിതരെ, യോഹന്നാനെ പോലെ അന്ധകാരത്തിന്റെ നടുവിലായി ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നില്ലോ ഇല്ലയോ, അവൻ മറന്നുപോയോ എന്ന് ചോദിച്ചുകൊണ്ട് അന്താളിച്ച് ഇന്ന് പകൽക്കാലം ഭീതിപ്പെട്ടിരിക്കുന്നുവോ? എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഇതുവരെയും എന്തുകൊണ്ടാ മറുപടി ലഭിക്കാത്ത, എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ടാ താമസം വരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം അന്താളിച്ചിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു സന്ദേശം പറയട്ടെ. ദൈവം നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൽ നീ വിശ്വസിക്കുക, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ നീ വിശ്വസിക്കുക. പത്മോസിൽ വെളിപ്പെട്ട തേജസ്സിന്റെ കർത്താവിന്റെ ശബ്ദം ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. ആ ശബ്ദമാണ് ഇന്ന് വ്യക്തിത്വങ്ങളോടുള്ളത്, ആ ശബ്ദമാണ് സമൂഹത്തിനോടുള്ളത്, ആ ശബ്ദമാണ് രാജ്യത്തിനോടുള്ളത്, ആ ശബ്ദമാണ് രാഷ്ട്രത്തിനോടുള്ളത്. കർത്താവ് പറയുന്നു, നീ ഭയപ്പെടേണ്ട.
അവൻ ഭയപ്പെടേണ്ട എന്ന് പറയുവാൻ കാരണമെന്ത്? ഒന്നാമതായി തിരുവചനം പറയുന്നു, അവൻ ആൽഫയും ഒമേഗയുമാകുന്നു, ആരംഭവും അവസാനവുമാണ്. നിന്റെ ആരംഭം അറിയുന്ന ദൈവം, നിന്റെ അവസാനം അറിയുന്ന ദൈവം, അവനിൽ വിശ്വസിക്കുന്ന ഏത് വ്യക്തിയുടെയും, അവനിൽ വിശ്വസിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിന്റെ ആരംഭവും അവസാനവും കർത്താവാണ്. എൻ്റെ ആരംഭം കർത്താവ്, എൻ്റെ അവസാനം കർത്താവ്. സ്നേഹിത, നിന്റെ ആരംഭം കർത്താവ്, നിന്റെ അവസാനം കർത്താവ്. ഇന്ന് പകൽക്കാലം ഒരു സന്ദേശം പറയട്ടെ, ആരംഭിച്ചവൻ അവസാനം വരെ നടത്തും. ആരംഭിച്ചവൻ അവസാനം വരെ നടത്തും. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഇന്ന് പകൽക്കാലം ചാരുക. വിളിച്ചിറക്കിയവൻ പ്രതീക്ഷിച്ച തുറമുഖത്ത് കൊണ്ടു ചെന്ന് എത്തിക്കും. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. ഇന്ന് പകൽക്കാലം തിരുവചനത്തിൽ പറഞ്ഞ ആ ഉറപ്പ് നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുക്കുക. യേശു ക്രിസ്തുവിനെ തിരുവചനം പറയുന്ന വിശ്വാസത്തിന്റെ നായകനും അഥവാ ആരംഭിക്കുന്നവനും പൂർത്തി വരുത്തുന്നവനും എന്നാണ്. എബ്രായ ലേഖനത്തിന്റെ 11-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസ വീരന്മാർ വർണ്ണിക്കാൻ പാടില്ലാത്ത കഷ്ടങ്ങൾ, വർണ്ണിക്കാൻ പാടില്ലാത്ത ഉപദ്രവങ്ങൾ, വർണ്ണിക്കാൻ പാടില്ലാത്ത പീഡകൾ എന്നിവയിലൊക്കെ കൂടെ കടന്നുപോയവരാണ്. എന്നാൽ അവരെയെല്ലാം ആശിച്ച തുറമുഖത്ത് അവൻ കൊണ്ടുപോയി എത്തിച്ചവനാണ്. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സ്നേഹിത, ഇന്ന് പകൽക്കാലം നിങ്ങൾ ആശിച്ച തുറമുഖത്തെ അവൻ നിശ്ചയമായും കൊണ്ടെത്തിക്കും. അതിനാൽ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. രണ്ടാമതായി, ഞാൻ മരിച്ചവനായിരുന്നു, ഇപ്പോൾ ജീവിക്കുന്നു. അവൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഭീരുക്കളായ ശിഷ്യന്മാരെ ധീരന്മാരാക്കി തീർത്തത്. നിരാശയിലായിരുന്നവരെ ഭൂലോകത്തെ കീഴ്മേൽ മറിച്ച വീരന്മാരായി തീർത്തത്. ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ജീവിക്കുന്നു എന്നുള്ള സന്ദേശമാണ് സ്നേഹിത എനിക്ക് നിന്നോട് പറയുവാനുള്ളത്. നിന്നെ ധീരനാക്കി തീർക്കുവാൻ, നിന്നെ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ ഈ ശക്തിക്ക് കഴിയും. ഇന്ന് പകൽക്കാലം ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിന്റെ ശക്തി നിന്നിൽ വ്യാപരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതിനാൽ പത്മോസിന്റെ ജീവിതത്തിലെ അനുഭവത്തിലിരിക്കുന്ന സ്നേഹിത, ദൈവത്തിന്റെ പൈതലെ, യേശു ജീവിക്കുന്നു എന്ന് ഓർത്തുകൊള്ളുക. ഇന്ന് പകൽക്കാലം യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്ന സഹോദര, യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു സഹോദരി, യേശു നിനക്ക് വേണ്ടി ജീവിക്കുന്നു സ്നേഹിത. മൂന്നാമതായി, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കയ്യിൽ ഉണ്ട്. പത്മോസിൽ കിടന്ന യോഹന്നാന് ഈ ദർശനം ആവശ്യമായിരുന്നു. മരണത്തിന്മേലും പാതാളത്തിന്മേലും അധികാരമുള്ളവൻ അവനാണ്. അവന്റെ അനുവാദം കൂടാതെ ഒരു ശക്തിക്കും യോഹന്നാനെ ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, അവന്റെ അനുവാദം കൂടാതെ ഒരു ശക്തിക്കും യോഹന്നാനെ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, കർത്താവിന്റെ അനുവാദം കൂടാതെ ഒരു ശക്തിക്കും നിന്നെ തൊടുവാൻ സാധിക്കുകയില്ല. അതിനാൽ ഈ അധികാരമുള്ളവനാണ് ഇന്ന് പകൽക്കാലം വിളിച്ചു പറയുന്നത്, ഭയപ്പെടേണ്ട. നാലാമതായി, അവൻ തേജസ് ധരിച്ച മഹാപുരോഹിതനായി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്നു. പിശാച് വിശ്വാസിയെ കുറ്റം ചുമത്തുമ്പോൾ യേശു പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ രക്തമായി നിൽക്കുന്നുവെന്നും അവൻ നമ്മുടെ കാര്യസ്ഥനെന്നും ഓർത്തുകൊള്ളുക. ഇത് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ പറയട്ടെ, പിശാച് വിശ്വാസിയെ കുറ്റം ചുമത്തുമ്പോൾ യേശു പിതാവിൻ്റെ സന്നിധിയിൽ തൻ്റെ രക്തമായി നിൽക്കുന്നുവെന്ന് അവൻ നമ്മുടെ കാര്യസ്ഥനെന്നും ഇന്ന് പകൽക്കാലം
എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ ഓർത്തുകൊള്ളുക. നിന്നെ കഴുകേണ്ടതിന് തൻ്റെ രക്തവുമായി അവൻ പിതാവിൻ്റെ സന്നിധിയിൽ ഉണ്ട്. അഞ്ചാമതായി അവൻ ഭൂരാജാക്കന്മാർക്ക് അധിപതി. ഭരണകൂടങ്ങളും ഭരണാധികാരികളും അവൻ്റെ കയ്യിലാണ്. ഭരണം അവൻ്റെ കയ്യിൽ, ഭരണാധികാരികൾ അവൻ്റെ കയ്യിൽ. അവൻ്റെ അനുവാദം കൂടാതെ ആർക്കും നമ്മോട് ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ലോക ചരിത്രത്തിൻ്റെ ചുക്കാൻ അവൻ്റെ കയ്യിലാണ്. ലോക ചരിത്രത്തിൻ്റെ ചുക്കാൻ എൻ്റെ കർത്താവിൻ്റെ കയ്യിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ നീ എന്തുകൊണ്ടാണ് ഭയപ്പെടുന്നത്? ഇന്ന് പകൽക്കാലം ആ കർത്താവ് പറഞ്ഞു, ഭയപ്പെടേണ്ട. വിശ്വാസികളുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് അപൂർവ സംഭവങ്ങളല്ല. ഇന്ന് പകൽക്കാലം ഏതൊക്കെ രീതിയിലുള്ള കഷ്ടങ്ങളിൽ കൂടെ നിങ്ങൾ കടന്നു പോകുന്നു എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു സന്ദേശം എനിക്ക് അറിയിക്കുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾക്കൊരു പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ, ഒരു അപൂർവ കാര്യം സംഭവിച്ച് എന്ന് വിചാരിച്ച് അമ്പരന്ന് പോകരുതെന്ന് പത്രോസ് അപ്പോസ്തലൻ പീഡ അനുഭവിക്കുന്ന വിശ്വാസികൾക്ക് എഴുതി എങ്കിൽ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ ഹല്ലേലൂയ നിങ്ങൾ താളടിയായി പോകരുത്. തിരുവചനം പറയുന്ന ഒരു സത്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം നീ കടന്നു പോകുന്ന പ്രതികൂലം നിന്റെ ജീവിതത്തിലെ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പാൻ എൻ്റെ കർത്താവിനെ കഴിയും. ഇത് മാറ്റമില്ലാത്ത സത്യമെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വാസികളുടെ പത്മോസിന്റെ അനുഭവങ്ങൾ നമുക്ക് നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. ഇന്ന് പകൽക്കാലം ഒരുപക്ഷെ നീ ഒരു പത്മോസിന്റെ അനുഭവത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ഒരുപക്ഷെ നീ ഏകാന്തതയിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. ഇന്ന് പകൽക്കാലം അപ്പോസ്തലൻ പറഞ്ഞ വാക്യത്തിൽ നീ ഹല്ലേലൂയ ഉറയ്ക്കുക. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. പ്രവാചകൻ ഇപ്രകാരമാണ് പറഞ്ഞത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ശുഭഭാവി വരുത്തേണ്ടതിന് നിങ്ങളെക്കുറിച്ച് ഉള്ള എൻ്റെ നിരൂപണങ്ങൾ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രേ എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. എൻ്റെ വാക്കുകളെ ഇന്ന് പകൽക്കാലം ഞാൻ അവസാനിപ്പിക്കട്ടെ. പത്മോസിന്റെ അനുഭവങ്ങൾ കൂടെ ദൈവമക്കളെ കടത്തിവിടുന്നത് ഉന്നതമായ വെളിപ്പാടുകൾ നൽകി അവരെ അധികം ഉപയോഗിക്കേണ്ടതിന് വേണ്ടിയാണ്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് പകൽക്കാലം ഈ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നെങ്കിൽ പിന്നെ ഞാൻ ഒരു ഉറച്ച സന്ദേശം പറയട്ടെ. ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിൽ ഉന്നതമായ വെളിപ്പാടുകൾ തന്ന് ഹല്ലേലൂയ ദൈവം നിന്നെ അധികം ഉപയോഗിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരുക്കുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് പകൽക്കാലം കർത്താവായ യേശു ക്രിസ്തുവിൽ എന്നെ കേൾക്കുന്ന സ്നേഹിത നീ ചാരുക. പത്മോസ് വെളിപ്പാടിന്റെ സ്ഥലമായും ദൈവ ശബ്ദം കേൾക്കുന്ന സ്ഥലമായും രൂപാന്തരപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ അനുഭവം വെളിപ്പാടിന്റെ സ്ഥലമായും ദൈവശബ്ദം കേൾക്കുന്ന സ്ഥലമായും രൂപാന്തരപ്പെടട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കുന്നു. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, ലോകത്തിലേക്ക് ഇന്ന് നമ്മുടെ കണ്ണുകളൊന്ന് ഓടിച്ചു നോക്കിയാൽ യോഹന്നാൻ ജീവിച്ചിരുന്നത് പോലെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ദൈവജനം വന്നിരിക്കുന്നത്. യോഹന്നാൻ ജീവിച്ചിരുന്നത് പോലെ ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ദൈവജനം വന്നിരിക്കുന്നത്. എത്ര പേര് ഇന്ന് പകൽക്കാലം എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കും, കർത്താവേ നിന്റെ മഹത്വത്തെക്കുറിച്ചുള്ള പുതിയ ദർശനങ്ങൾ എൻ്റെ ജീവിതത്തിൽ തന്ന് നിന്റെ ശബ്ദം കേട്ട് എന്നെ നടത്തണമേ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.
പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി ഞങ്ങളെ ദൈവത്തിന് നന്ദി കരേറ്റുന്നു. ഇന്നേ പകൽക്കാലം കർത്താവെ, അടിയൻ്റെ സന്ദേശം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അടിയൻ ദൈവകരങ്ങളിലെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അടിയൻ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വർഷത്തിൻ്റെ 10 മാസം ഞങ്ങളെ വിട്ട് കടന്നുപോയി. 11ാമത്തെ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഞങ്ങൾ വന്നിരിക്കുന്നു. ഈ വർഷം കടന്നു പോകുവാൻ ഇനി ചില ആഴ്ചകൾ മാത്രമേ ഉള്ളൂ. കർത്താവെ, പുതിയ ദർശനങ്ങളെ, പുതിയ വെളിപ്പാടുകൾ തന്ന് ഞങ്ങളെ വഴിനടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്നു. ക്രിസ്ത്യൻ ലൈഫ് മിനിസ്ട്രീസിനെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അതിൻ്റെ പ്രവർത്തനത്തെ ദൈവം അനുഗ്രഹിക്കുമാറാകണം. അതിനെ ചുമതല കൊടുക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം ഞങ്ങളെ അങ്ങേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന ദൈവത്തോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഈ സന്ദേശം ശ്രവിച്ച എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.